ലാസ്റ്റ് ഡേറ്റ് നോട്ടിഫിക്കേഷൻ വരും. അതിൽ ജൂലൈ 31 വരും. അതിനുശേഷം നിങ്ങൾ അസൈൻമെന്റ് പ്രൊജക്ട് എഴുതി തുടങ്ങിയാൽ മതി എന്നുള്ളത് ഞാൻ എന്നെ വിളിച്ച വിദ്യാർത്ഥികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം, നിങ്ങളുടെ ട്യൂട്ടർ മാർക്കിന്റെ അസൈൻമെന്റ് 2025 ജൂലൈ 31 മുൻപായിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. ഇനി TMA എന്നാൽ എന്താണെന്ന് അറിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാണ്. TMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന പാഠപുസ്തകത്തിനോടനുബന്ധിച്ച് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ എഴുതി തയ്യാറാക്കി ഓൺലൈനായിട്ട് NIOSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. അതിന് മാർക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അത് നിങ്ങളുടെ അക്കാദമിക് അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഈ മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അതായത് 20-ലാണ് നമ്മുടെ ഈ ഒരു അസൈൻമെന്റ് പ്രൊജക്ടിന്റെ മാർക്ക് വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ NIOS വഴി സ്ട്രീം 1 ബ്ലോക്ക് 1 ആയാലും സ്ട്രീം 1 ബ്ലോക്ക് 2 അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും ഈ അസൈൻമെന്റും പ്രൊജക്റ്റും നിങ്ങൾക്ക് കമ്പൽസറി